ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. മഹ്മൂദ് സാമി ബിൻ ഹുസൈൻ ബിൻ അബ്ദുല്ലാഹിൽ ബാറൂദി ഷാഇറുൻ മിസ്രിയുൻ, അദ്ദേഹം ഈജിപ്ഷ്യൻ കവിയാണ്. റായിദ് മദ്രസത്തിൽ ബഅസി വൽ ഇഹ്യാ, അൽ ബഅസി വൽ ഇഹ്യാ എന്ന പ്രസ്ഥാനത്തിൻ്റെ നായകനുമാണ്. അബ്താലു സൗറത്തിൻ, അബ്താൽ എന്ന് പറഞ്ഞാൽ ഹീറോ, ധീര പോരാളി എന്നൊക്കെ അർത്ഥത്തിൽ അബുത്താൽ എന്ന് പോയി. അബുത്താൽ എന്നുള്ളത് ശരിക്കും ബത്തൽ എന്നുള്ളതിൻ്റെ പ്ലൂരലാണ്, പക്ഷെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി ഹുവ അബ്താലുൽ ഇസ്ലാമി എന്ന് പറയാറുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ഒരാളെ ഉള്ളൂ, പക്ഷേ എങ്കിലും അബ്താൽ എന്ന് പറയാറുണ്ട് എന്നതുപോലെ പറയാണ്. 1881 വിപ്ലവത്തിൻ്റെ ഹീറോയാണ് അദ്ദേഹം, അല്ലെങ്കിൽ ധീര പോരാളിയാണ് അദ്ദേഹം. ലൊക്കിബ, അദ്ദേഹത്തിന് ലഖബ് നൽകപ്പെട്ടത്, അദ്ദേഹത്തിന് നൽകപ്പെട്ട സ്ഥാനപ്പേര് ബി റബ്ബിൽ ഖലമി വസ്സൈഫ്, റബ്ബുൽ ഖലം, റബ്ബു സൈഫ്, പേനയുടെയും വാളിൻ്റെയും റബ്ബ്, യജമാനൻ എന്ന പേരിൽ അറിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ധീര പോരാളിയാണ്. അപ്പോൾ വാളുപയോഗം, അതായത് ആയുധങ്ങളുടെ ഉപയോഗം ഒരു പോരാളിയാണല്ലോ. അതുപോലെ തന്നെ എഴുത്തുകാരനാണ്. അതാണ് റബ്ബുൽ ഖലമി വസ്സൈഫ് എന്നറിയപ്പെട്ടത്. അൽ മൻഫ ബി മദീനത്തി കൊളംബോ, ആസിമത്തി ശ്രീലങ്ക, ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിലേക്ക് നാട് കടത്തപ്പെട്ടു 17 വർഷത്തിലധികം. ഇനി അടുത്ത പോയിന്റ്, മുഖ്താറാത്തുൽ ബാറൂദി, ബാറൂദിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട കൃതികൾ. ഖൈദുൽ അവാബിദ് ഒരു ഗ്രന്ഥം, ഒരു കശ്ഫുൽ ഉമ്മ ഫി മദ്ഹി സയ്യിദിൽ ഉമ്മ അടുത്തൊരു ഗ്രന്ഥം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അഹ്മദ് ബിൻ അലി ബിൻ അഹ്മദ് ഷൗഖി, അദ്ദേഹം യുലഖബു ബി അമീർ ശുഅറ എന്നറിയപ്പെടുന്ന കവിയാണ് അദ്ദേഹം. യുഅ്തബറു റായിദ ശഅരിൽ അറബിയിൽ മസ്റഹി, അറബി നാടക കവിതകളുടെ നായകനായി അറിയപ്പെടുന്നവരാണ്. റായിദ് എന്നുള്ള കൃത്യമായിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം ഞാനൊരിക്കൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു യാത്രാ സംഘം, ഒരു കാഫില സംഘം പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളം, പിന്നെ താമസ സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം കണ്ടെത്താൻ വേണ്ടി മുന്നിൽ പോയി കണ്ടെത്തുന്ന ആൾ, മുന്നിൽ പോയി ഇതൊക്കെ റെഡിയാക്കുന്ന ആൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ നമുക്കിവിടെ സന്ദർഭത്തിനനുസരിച്ച് പറയാം. അപ്പോൾ അറബി നാടകവിധയുടെ റായിദ്, നായകൻ അദ്ദേഹമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപജ്ഞാതാവ് അദ്ദേഹമാണ്. തഅസ്സറ ബിശുഅറാഇൽ അദബിൽ ഫറൻസി, ഫ്രഞ്ച് സാഹിത്യത്തിലെ കവികൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു. നെക്സ്റ്റ് പോയിന്റ്, ഷാഇറുൽ ഖസ്രി, കൊട്ടാരം കവിയാണ് അദ്ദേഹം. അൽ മുഖറബ് മിനൽ ഖിദൈവി, ഖിദൈവി ബികസ്രിൽ ഖാഇ വഫത്ഹിൽ ദാൽ, ഖിദൈവി എന്നാണ് ഈ, അതായത് ഷാഇറുൽ ഖസ്രി കൊട്ടാരം കവിയാണ്. അൽ മുഖറബ് വളരെ ക്ലോസ് ആയിട്ടുള്ള, അടുപ്പമുള്ള, ഖിദൈവിയോട്, അബ്ബാസ് ഹിൽമി എന്ന ഖിദൈവിയോട് അടുപ്പമുള്ള. ഖിദൈവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിദൈവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മലിക്കല്ല, അതായത് രാജാവും അല്ല, വാലി ഗവർണറുമല്ലാത്ത ഇടയിലുള്ള ഒരു പദവി, അങ്ങനെയുള്ള ഇതൊരു രാജകീയ അല്ലെങ്കിൽ ഭരണ കൂടത്തിലൊരു പദവി തന്നെയാണ്. ആ പദവി വഹിക്കുന്നവരാണ് ഖിദൈവി എന്ന് പറയാം. അതിൽ അൽ ഹാക്കിമുൽ കബീർ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, വലിയ ഹാക്കിം എന്ന് ഒക്കെ പറഞ്ഞതായിട്ട് കാണാം. ഏതായാലും ഭരണത്തിലെ ഒരു അധികാരമുള്ള, ഒരു അധികാര സ്ഥാനമുള്ള ആളാണ്. അതായത് രാജാവല്ല, അതിൻ്റെ താഴെയുള്ള ഒരാൾ, ഭരണത്തിലൊരു പദവിയുള്ള, അതാണ് ഖിദൈവി എന്ന് പറഞ്ഞാൽ. ഷാഇറുൽ ഖസ്രി, കൊട്ടാരം കവിയാണ് അദ്ദേഹം. അപ്പോൾ ഈ അബ്ബാസ് ഹൽമിയോട് വളരെ അടുപ്പമുള്ള ഒരു കൊട്ടാരം കവിയായിരുന്നു അദ്ദേഹം. നഫ്യുഹു ഇല ഇസ്ബാനിയ, അദ്ദേഹത്തെ 1914 സ്പെയിനിലേക്ക് നാട് കടത്തപ്പെട്ട ആളാണ്. മിനൽ മസ്റഹിയാത്തി ഷാഇരിയ, അദ്ദേഹത്തിൻ്റെ നാടക കവിതകളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ കാവ്യാത്മകമായിട്ടുള്ള നാടകങ്ങളിൽ പെട്ടതാണ്. മസ്റഉ ക്ലിയോപാട്ര, ക്ലിയോപാട്രയുടെ പതനം,
മരണം എന്ന് അർത്ഥം പറയാറുണ്ട്. മജ്നൂൻ ലൈല വ ഖംബീസ് വ അലി ബക് അൽ കബീർ വ അമീറത്തു അന്ദുലുസ്, അന്ദുലുസിലെ രാജകുമാരി, വ അൻതറ വ സിത്തുഹുദ അൽ ബഖീല ശരീഅത്തുൽ ഗാബ് അൽ ഫിർഔനുൽ അഖീർ, അവസാനത്തെ ഫറോവ, പിന്നെ കാട്ടിലെ നിയമം, അതാണ് ശരീഅത്തുൽ ഗാബ്. വ അദ്റാഉൽ ഹിന്ദ്, ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ കന്യക എന്നൊക്കെ അർത്ഥത്തിലുള്ള നാടക കവിതകൾ. നമ്മൾ പറഞ്ഞല്ലോ നാടക കവിതയുടെ ഒരു ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. വലഹു ഫിന്നസ്സിരി, അദ്ദേഹത്തിന് ഇനി ഗദ്യുണ്ട്. ഗദ്യത്തിൽ കിതാബു അസ്വാഖുദ് ദഹബ്, സ്വർണത്തിന്റെ മാർക്കറ്റുകൾ എന്നാണ് അതിന്റെ അർത്ഥം, സ്വർണച്ചന്തകൾ. മുഹമ്മദ് ഹാഫിദ് ബിൻ ഇബ്രാഹിം ഫഹ്മി. അൽഖാബുഹു, അദ്ദേഹത്തിന്റെ ലഖബുകൾ, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരുകൾ. ഷാഇറു നെയിൽ, നെയിലിന്റെ കവി. വഷാഇറു ഷഅബ്, ജനകീയ കവി അല്ലെങ്കിൽ ജനങ്ങളുടെ കവി എന്നൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. തർജമ കിതാബ ബുഅസാ ലി വിക്ടർ ഹ്യൂഗോ, വിക്ടർ ഹ്യൂഗോയുടെ ബുഅസാ എന്ന ഗ്രന്ഥം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഖസീദത്തു ദൻഷാവി, ദൻഷുവായി, ഖസീദത്തു മിസ്ർ, ഖസീദത്തു ലുഗത്തുൽ അറബിയ്യ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഖസീദകളാണ്. റസാഉ മുഹമ്മദ് അബ്ദു, മുഹമ്മദ് അബ്ദുവിന്റെ ഈ അനുശോചന ഗീതം. റസാഉ മുസ്തഫ കാമിൽ, മുസ്തഫ കാമിലിന്റെ അനുശോചന ഗീതം. ഖസീദത്തു ഹത്തംതുൽ യറാൾ, ഖസീദത്തു അൽ മുനാജാത്ത്. അതുപോലെ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം അദ്ദീവാൻ അൽ ബുഅസാ എന്ന കാവ്യ സമാഹാരം. ലയാലി സതീഹ് ഫി നഖദിൽ ഇജ്തിമാഇ, സാമൂഹിക വിമർശനത്തിൽ, സാമൂഹിക നിരൂപണത്തിൽ ഉള്ള ഗ്രന്ഥാണ് ലയാലി സതീഹ്. ഫി തർബിയത്തിൽ അവലിയ അൽ മൂജിസ് ഫി ഇൽമിൽ ഇഖ്തിസാദ്, സാമ്പത്തിക ശാസ്ത്രത്തിലെ, സാമ്പത്തിക വിജ്ഞാനീയത്തിലെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഗ്രന്ഥാണ് ഫി തർബിയത്തിൽ അവലിയ. ഖലീൽ ഇബ്നു ഉബ്ദ ഇബ്നു യൂസുഫ് മത്തറാൻ യുലഖബു ബി ഷാഇറുൽ ഖുത്രൈൻ, ഷാഇറുൽ ഖുത്രൈൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥാനപ്പേരുള്ള ആളാണ് അദ്ദേഹം. ഖലീൽ ഷാഇറുൽ ഖുത്രൈൻ, ഖുത്ർ എന്ന് പറഞ്ഞ പ്രദേശം എന്നാണ് അർത്ഥം, നാട് എന്നൊക്കെ അർത്ഥമുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങളുടെ ഷായർ എന്നൊക്കെ. മിൻ അഷ്ഹരി ഖസായിദിഹി, അദ്ദേഹത്തിന്റെ ഖസീദയിലെ പ്രസിദ്ധമായ ഖസീദകളാണ് അൽ മസാദ്, മൗതു അസീസ്, അൽ അസദുൽ ബാക്കി, വഫാദ്, അൽ ജനീനുൽ ഷഹീദ്, അൽ മുൻതഹിർ, അത്ഫുലുൽ ലാഹിർ, നീറൂൻ, ഫതാത്ത് ജബൽ അസ്വദ്, ദീവാനുൽ ഖലീൽ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കാവ്യങ്ങളാണ്, കവിതകളാണ്. മഅറൂഫ് ബിൻ അബ്ദുൽ ഗനി, അദ്ദേഹത്തിന്റെ അശ്വർ മുഅല്ലഫ്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ രചനകളാണ്. ബാക്കിയുള്ളൊക്കെ അദ്ദേഹത്തിന്റെ രചനകൾ, ആ പറഞ്ഞിട്ടുള്ളൊക്കെ അദ്ദേഹത്തിന്റെ രചനകളാണ്. ദീവാൻ റുസാഫി, അറുയ, ലനഷിദുൽ മദ്റസിയ, നഫ്ഹു ത്വീബ് ഫിൽ ഖതാബത്തി വൽ ഖത്തീബ്, അലാ ബാബ് സിജ്നി അബിൽ അലാ, മുഹാദറാത്തുൽ അദബിൽ അറബി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനകളാണ്. നാസിഖുൽ മലായിക, ഷാഇറത്തുൽ ഇറാഖിയ, ഒരു ഇറാഖി കവയത്രിയാണ് അവർ. يعتقد كثير من النقاد أن قصيدة كوليرا لنازك الملائكة هي أول ما كتب في الشعر الحر عام. നാസിഖുൽ മലായിക എന്നുള്ള ഒരു ഇറാഖി കവയത്രിയാണ്. ഈ നിരൂപകന്മാരിൽ നിന്ന് അധികം ആളുകളും വിചാരിക്കുന്നത്, അവർ വിശ്വസിക്കുന്നത് കോളറ എന്ന പേരിൽ സ്വതന്ത്ര കവിതയിൽ 1947 എഴുതപ്പെട്ട ആദ്യത്തെ കവിതയാണ് ഖസീദത്തു കോളറ എന്ന് CHOLERA, കോളറ എന്ന് നമ്മൾ പറയല്ലോ, അതന്നെ കോളറ എന്ന പേരിലുള്ള ഗ്രന്ഥം. ഇവരെ ഈ നാസിഖുൽ മലായിക എന്ന് പറയുന്ന ഷായിറത്തിനെ അശ്ശായിറത്തുൻ റായിദത്തുൻ ലിശ്ശഇരിൽ ഹുർ, സ്വതന്ത്ര കവിതയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന, ഏറ്റവും ആദ്യത്തെ കവിയായി അറിയപ്പെടുന്ന ഒരു കവയത്രിയും കൂടെയാണ് ഈ നാസിഖുൽ മലായിക.
ഏതായാലും അവരെഴുതിയ കോളറ എന്ന് പറയുന്ന കവിത അതാണ് ആദ്യമായി എഴുതപ്പെട്ട സ്വതന്ത്ര കവിത എന്ന് പറയുന്നുണ്ട്. അവരുടെ മറ്റൊരു കവിതയാണ് ആഷിഖത്തുൽ ലൈൽ. അടുത്തൊരു വർക്കാണ് ഷവായ വറമാദ്, ഖറാറത്തുൽ മൗജ, ഷജറത്തുൽ ഖമർ, അൽ അദബു വൽ ഗസ്വുൽ ഫിക്രി, മുഹാദറാത്തുൻ ഫി ശഅരി അലി മഹ്മൂദ് ത്വഹ, മഅസാത്തുൽ ഹയാ വ അഗ്നിയത്തുൽ ഇൻസാൻ. ഇതൊക്കെ അവരുടെ വർക്കുകളാണ്. ഈ നാസിക്കുൽ മലായിക്ക എന്ന ഇറാഖി കവിയത്രിയുടെ വർക്കുകളാണ്. ഫദ്വ തൂഖാൻ, അവര് ഒരു കവിയത്രി തന്നെയാണ്. അവർ അബ്റസു ഷാഇറാത്തിൽ ഫലസ്തീനിയാത്തി ഫിൽ ഖർനിൽ 20, 20-ാം നൂറ്റാണ്ടിലെ ഫലസ്തീനി കവിയത്രികളിൽ വളരെ പ്രധാനിയായ ഒരു കവിയത്രിയാണ് ഫദ്വ തൂഖാൻ. ലുഖിബത്ത് ബി ഷാഇറത്തി ഫലസ്തീൻ, ഷാഇറത്തി ഫലസ്തീൻ, ഫലസ്തീൻ കവിയത്രി എന്ന പേരിൽ സ്ഥാനപ്പേരുള്ള ഒരു കവിയത്രിയാണ് അവർ. അല്ലെങ്കിൽ ഉമ്മുശ്ശഅരിൽ ഫലസ്തീനി, ഫലസ്തീനി കവിതകളുടെ ഉമ്മ, മാതാവ് എന്നറിയപ്പെടുന്ന ഇവര് ഈ കവിയത്രി ഷഖീഖത്തു ഷാഇർ ഇബ്രാഹിം തൂഖാൻ, ഷാഇർ ഇബ്രാഹിം തൂഖാൻ എന്നവരുടെ നേരെ ശരിയായ സഹോദരിയാണ് ഇവര്. മുഅല്ലഫാത്തുഹ, അവരുടെ രചനകൾ ദീവാനു വഹ്ദി മഅൽ അയ്യാം, ദീവാനു റഹ്ലത്തിൽ മൻസിയ, ദീവാനു വജത്തുഹ, ദീവാനു അഅ്തിനാ ഹുബ്ബൻ, ദീവാനു അമാമൽ ബാബിൽ മുഗ്ലഖ്, ദീവാനു ലൈലി വൽ ഫുർസാൻ, ദീവാനു അലാ ഖിമ്മത്തി ദുനിയ വഹീദ്, ദീവാനു തമ്മൂസ വശൈഇൽ ആഖർ, ദീവാനുൽ ലഹ്നിൽ അഖീർ. ഇതൊക്കെ അവരുടെ രചനകളാണ്.